പുലർച്ചെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോകാട്ടോ. അപ്പോൾ കണ്ണന് മാല കെട്ടാൻ വേണ്ടി ഞാൻ തലേദിവസം തന്നെ തുളസിയുടെ ഇലയൊക്കെ വലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോൾ ഗുരുവായൂർ പോകാച്ചാലും എൻ്റെ കൈ കൊണ്ട് ഞാൻ പരമാവധി മാല കെട്ടിയിട്ടാണ് പോകാറുള്ളത്, കൊണ്ടുപോകാറുള്ളത്. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് കടയിൽ നിന്നാണെങ്കിലും വാങ്ങിക്കാറുണ്ട് കേട്ടോ, പറ്റാത്ത സമയങ്ങളിലൊക്കെ. അപ്പോൾ അതേ മാല കെട്ടാണ്ട് കണ്ണനെ കാണാൻ പോകുമ്പോൾ എനിക്കൊരു തൃപ്തി കുറവാട്ടോ, ഒരു സമാധാന കുറവ് പോലെയാണ്. എപ്പോൾ പോകാച്ചാലും ഞാൻ മാല കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അങ്ങനെ അതേ തുളസി മാലയും പിന്നെ ഒരു ചോക്ലേറ്റ് മാലയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. രാവിലെയൊക്കെ തുണിയിൽ മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പൊന്നമ്പിളീനെ വിളിക്കുമ്പോൾ എനിക്കൊന്നൊരു പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അത് വിളിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ എണീറ്റുണ്ടായിരുന്നു. തലേദിവസം എന്നെ പറഞ്ഞിട്ട് അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണിപ്പിച്ച് കുളിയൊക്കെ കഴിഞ്ഞതേ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞാനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗുരുവായൂർ എത്തുമ്പോൾ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്, കണ്ണാ വേഗം ഒന്ന് കാണാൻ പറ്റണം, ഇന്ന് അധികം തിരക്കുണ്ടാവില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടായിട്ട് എപ്പോഴും പോകാറുള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പൊന്നമ്പിളീനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയപ്പോൾ പോസ് ചെയ്ത് നിൽക്കണതായിട്ട് കാണണം. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ കോക്ക് റൂമിൽ വെച്ചിട്ട് നമ്മളൊരു 4-4.5 മണിക്കൂർ ക്യൂ നിന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കണ്ണനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് അന്നദാനമൊക്കെ കഴിച്ചിട്ടായിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അതേ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വന്ന് വേഗം മേലൊക്കെ കഴുകി കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മൾ പാൽപ്പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂരിൽ നിന്ന്, അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നമ്പിളിയാണെങ്കിൽ ഗുരുവായൂരിൽ നിന്ന് വരുമ്പോൾ തന്നെ ഉറങ്ങിയതായിരുന്നു കേട്ടോ, ഇത്ര നേരമായിട്ട് എണീറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.